പണ്ട് നടന്ന ഒരു കഥയാണിത്. ഒരു ഗ്രാമത്തിൽ ഒരലക്കുകാരനുണ്ടായിരുന്നു. ഗ്രാമത്തിലെ എല്ലാ വീടുകളിൽ നിന്നും തുണികൾ ശേഖരിച്ച് അവ അലക്കി തിരികെ വീടുകളിൽ എത്തിച്ച് കിട്ടുന്ന കാശുകൊണ്ടാണ് അയാളും ഭാര്യയും ജീവിച്ചിരുന്നത്. അയാൾക്ക് ഒരു കുതിരയും ഒരു കഴുതയും ഉണ്ടായിരുന്നു. നമുക്ക് ഈ കഴുതയും കുതിരയും ഉള്ളത് എത്ര നന്നായി അല്ലേ? അതെ അതെ, ഇല്ലെങ്കിൽ തലയിൽ ചുമന്നുകൊണ്ടല്ലേ വസ്ത്രങ്ങൾ കൊണ്ട് പോകേണ്ടിയിരുന്നത്. ഈ കുതിരയുള്ളത് കാരണം ദൂരേക്ക് യാത്ര ചെയ്യാനും കഴിയുന്നു. ശരിയാണ്. കുതിരയും കഴുതയും ഒരു തൊഴുത്തിലാണ് താമസമെങ്കിലും കുതിര കഴുതയെ ഒരിക്കലും ഒരു സുഹൃത്തായി അംഗീകരിച്ചിരുന്നില്ല. നീ എന്തൊരു ജീവിയാണ്, നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല. എനിക്കാണെങ്കിൽ എന്തൊരഴകാണെന്നോ. എന്റെ ചങ്ങാതി, അത് ശരിയായിരിക്കാം, പക്ഷേ ഞാനും നിന്റെ സഹജീവിയല്ലേ. ഏയ്, എന്നെ നീ ചങ്ങാതി എന്നൊന്നും വിളിക്കണ്ട. നിന്റെ നാറ്റം കാരണം എനിക്കിവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. വൃത്തികെട്ട ജീവി. ശോ, അങ്ങനെയൊന്നും പറയരുത് സഹോദര. യജമാനന്റെ ചുമട്ടുജോലി മുഴുവൻ ഞാനാണ് ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരുടെയും യജമാനൻ ഒരാളാണ്. പക്ഷെ നിന്റെ ജീവിതം സുഖകരവും എൻ്റെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതുമാണ്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? യജമാനൻ എന്നെക്കൊണ്ടാണ് ചുമട് മുഴുവൻ എടുപ്പിക്കുന്നത്. നിനക്കാണെങ്കിൽ ചെറിയ ജോലികളെ ചെയ്യാനുള്ളൂ. ഓ, അതാണോ കാര്യം? എനിക്ക് കുറച്ച് നിലയും വിലയും ഒക്കെ ഉണ്ട്. ഞാൻ നിന്നെപ്പോലെയല്ല. ഇങ്ങനെ ഒന്നും ചെയ്യരുത് ചങ്ങാതി. എനിക്ക് എന്ത് വേദനിച്ചെന്നോ. ഞാനും നിന്നെപ്പോലൊരു ജീവിയല്ലേ. നീ ഒരിക്കലും എന്നെ പോലെയല്ല. നല്ല ബുദ്ധിയും ശക്തിയുമുള്ളവരാണ് ഞങ്ങൾ. നീ ഒരു ചുമട്ടുകാരനും പോരാത്തതിന് മണ്ടനുമാണ്. നീ കുറച്ചുകൂടി ദയോട് സംസാരിക്കണം സഹോദര. എടാ മണ്ട, ഓരോരുത്തരുടെയും നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചേ ജീവിക്കാൻ കഴിയൂ. നിനക്കിത്ര അഹങ്കാരം പാടില്ല സഹോദര. അങ്ങനെ പല അവസരങ്ങളിലും കുതിരയും കഴുതയും തമ്മിൽ കലഹം പതിവായിരുന്നു. കഴുതയേക്കാൾ വലിയവനാണ് എന്ന അഹങ്കാരം കുതിരയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഓ, നല്ല മഴക്കാറുണ്ട്. തുണികൾ മുഴുവൻ വേഗം വീട്ടിലെത്തിക്കണം. ഓ, ഇതിന് നല്ല ഭാരമുണ്ടല്ലോ. അങ്ങനെ അലക്കുകാരനും കുതിരയും കഴുതയും വീട്ടിലേക്ക് നടന്നു. എന്നാൽ വലിയ ഭാരം കാരണം കഴുതയ്ക്ക് വളരെ പതുക്കെ നടക്കാൻ കഴിഞ്ഞുള്ളൂ. സഹോദര, എൻ്റെ ചുമരിൽ കടുത്ത ഭാരമാണ്. ഭാരം കാരണം എനിക്ക് നടക്കാൻ തന്നെ കഴിയുന്നില്ല. അതിന് ഞാനെന്ത് വേണം? എന്നെ ഒന്ന് സഹായിക്കാമോ? നിന്റെ ചുമട് ഞാൻ എടുക്കണമെന്ന്? അങ്ങനെയൊന്നുമല്ല. എൻ്റെ അമിതഭാരം കുറയ്ക്കാനായി കുറച്ച് തുണികൾ നീ കൊണ്ടുവന്നാൽ മതി. എടാ മണ്ട, നിന്റെ ചുമട് നീ തന്നെ ചുമന്നാ മതി. ഞങ്ങൾ കുതിരകൾ ചുമടെടുക്കാറില്ല. സഹോദര, ഞാൻ ഇപ്പൊ വീഴും. എന്നെ ഒന്ന് സഹായിക്കില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കുതിരകൾ ചുമടെടുക്കാറില്ലെന്ന്? ഏതാനും ചുവടുകൾ കൂടി മുന്നോട്ട് വെക്കാനേ പാവം കഴുതയ്ക്കായുള്ളൂ. അപ്പോഴേക്കും അയ്യോ, 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 കഴുത ചുമടുമായി വീണല്ലോ.
ഇനി എന്ത് ചെയ്യും? എങ്ങനെ ഈ തുണികൾ മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തിക്കും? വീണ് കിടക്കുന്ന കഴുതയുടെ ചുമലിൽ നിന്ന് അയാൾ തുണിക്കെട്ടുകൾ അഴിച്ചെടുത്തു. ഓ, പാവം കഴുത തീരെ അവശനായിപ്പോയി. ഓ, അവൻ ഇനി ചുമടെടുക്കാൻ കഴിയില്ല. ഈ തുണിക്കെട്ടുകൾ അവൻ്റെ പുറത്ത് വെച്ച് കെട്ടാം. അങ്ങനെ അലക്കുകാരൻ തുണിക്കെട്ടുകൾ കുതിരപ്പുറത്ത് വച്ചു കെട്ടി. മാത്രമല്ല, കഴുതയെ കൂടി അയാൾ അഹങ്കാരിയായ കുതിരയുടെ പുറത്ത് കയറ്റി യാത്ര തുടർന്നു. എനിക്കിങ്ങനെ ചുമട് ചുമക്കേണ്ടി വന്നതിന് കാരണം എൻ്റെ അഹങ്കാരമാണ്. കഴുതയെ സഹായിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകുമായിരുന്നില്ല. പണ്ടൊരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തലവൻ ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തലവന് ഒരു കുതിരയും ഉണ്ടായിരുന്നു. വെള്ള നിറത്തിലുള്ള ഒരു സുന്ദരൻ കുതിര. കുതിര തൻ്റെ ഭംഗിയിലും പ്രൗഢിയിലും ഒരുപാട് അഹങ്കരിച്ചിരുന്നു. താനാണ് ലോകത്തെ കേമനെന്ന ചിന്തയിലായിരുന്നു കുതിര. നോക്ക്, ദാ വരുന്നത് കണ്ടോ യജമാനൻ? എനിക്കുള്ള മുന്തിയ ഇനം മുതിരയുമായാണ് വരുന്നത്. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്നോട് സംസാരിക്കാനൊക്കെ ഒരു ഭാഗ്യം വേണം. എന്തുകൊണ്ടോ നിനക്കതിനുള്ള ഭാഗ്യമുണ്ടായി. നീ വലിയവനായിരിക്കാം. യജമാനൻ യാത്ര ചെയ്യുന്നത് നിന്റെ പുറത്ത് കയറിയിട്ടുമാണ് എന്ന് വച്ച് മറ്റുള്ളവരെ ചെറുതായി കാണുന്നത് ശരിയാണോ കൂട്ടുകാരാ? എടാ, നിന്നെപ്പോലെയല്ല ഞാൻ രാജരക്തമാണ്. അതുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ വേണം. ഞാൻ നിന്റെ കൂട്ടുകാരനൊന്നുമല്ല. മോനെ, നിനക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ? ഇന്ന് ഒരിടം വരെ നമുക്ക് പോകണം കേട്ടോ. വേഗം ആഹാരം കഴിച്ചോ. ഞാൻ ഇപ്പൊ തന്നെ ഒരുങ്ങി വരാം. കണ്ടോ എന്നോട് എന്ത് ബഹുമാനവും സ്നേഹവുമാണെന്ന്? നിങ്ങളെ അയാൾ ഗൗനിച്ചതുപോലുമില്ല. കുതിരച്ചേട്ടാ, ശരിയാ, നിങ്ങള് വലിയ പദവികളൊക്കെ ഉള്ള ആളാ. എനിക്ക് നിങ്ങളെ വലിയ ബഹുമാനം. എന്നാ നിനക്ക് കൊള്ളാം. എന്തിനാ ഈ അഹങ്കാരിയൊക്കെ ഇങ്ങനെ ബഹുമാനിക്കുന്നത്? നമ്മളെപ്പോലെ ഒരു ജീവിയല്ലേ അതും? അതെ, കൊമ്പില്ലാത്ത അവന് കൊമ്പുണ്ടെന്നൊരു തോന്നലുണ്ട്. അത് മാറ്റണം. എന്നാ കുറച്ച് നീ തിന്നോ. കുതിരച്ചേട്ടാ, അങ്ങേക്കറിയാമോ, ജനങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ നിൽപ്പും ഭംഗിയും തലയെടുപ്പും രാജാവ് തന്നെ. ഹോ, എന്താ ഭംഗി, എന്താ രാജകീയത! അത് കുതിരയുടെ അഭിമാന നിമിഷമായിരുന്നു. കോഴിയുടെ വർത്തമാനത്തിൽ വീണുപോയ കുതിരയുടെ ഭാവം തന്നെ മാറി. കണ്ട കുതിരയുടെ അഹങ്കാരം സഹിക്കാവുന്നതിനും അപ്പുറമായി. അതേ കോഴിയമ്മേ, ഈ കുതിരയുടെ പരിഹാസവും പുച്ഛവും കണ്ട് എനിക്കും മടുത്തു. ഈ ദേശത്ത് വേറെ കുതിരയില്ലെന്നാ അവന്റെ വിചാരം. ആനയ്ക്ക് കാണില്ല ഇത്രയോ അഹങ്കാരം. കുതിര തന്റെ യജമാനനെയും കൊണ്ട് ഗ്രാമപാതയിലൂടെ നടന്നു വരുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. എന്റെ മേലെ കയറിയിരിക്കാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? എന്നോട് എന്തുമാത്രം ബഹുമാനമാണ് ഗ്രാമീണർക്ക്. ആ കോഴി പറഞ്ഞത് എത്ര ശരിയാണ്. കുതിര കൂടുതൽ അഹങ്കാരത്തിൽ തല ഉയർത്തി നടന്നു. ഗ്രാമീണർ തന്നെയാണ് വണങ്ങുന്നതെന്ന് മടയനായ കുതിര വിശ്വസിച്ചു. അങ്ങനെ കുതിരയും ഗ്രാമത്തലവനും ഗ്രാമചന്തയിലെത്തി. ഓ, ആളുകൾ എന്നെ തന്നെയാ നോക്കുന്നേ. ഇവിടെ പ്രശസ്തർക്ക് ജീവിക്കാൻ വല്ലാത്ത പ്രയാസമാണ്. എന്റെ ഒപ്പം വന്ന ആ വൃദ്ധൻ ഇവിടെ പോയി. ഹേയ്, വൃത്തിയില്ലാത്ത കിളി, എന്റെ മിനുസമുള്ള ദേഹം വൃത്തികേടാക്കാതെ മാറിപ്പോകൂ.
ഡേ തനിക്ക് ഭയങ്കര ജാടയാണല്ലോ ഡേ. ഇതൊക്കെ പറയാൻ നീ ആരാ? ആശാനെ കേട്ടില്ലേ, നമ്മുടെ ഈ ഏരിയ വന്നിട്ട് നമ്മളോട്. ആഹാ, നീ ഇവിടെ പുതുമുഖമാണെന്ന് തോന്നുന്നു. നമ്മളിവിടെയൊക്കെ ഉള്ളതാ. അല്ലേ, അതൊക്കെ ഇരിക്കട്ടെ, നമ്മളാരാണാവോ? ഞാൻ രാജകുടുംബത്തിൽ ജനിച്ചതാണ്. എന്റെ പുറത്ത് കയറാനും ഒരു യോഗ്യത വേണം. എവിടെ ജനിച്ചാലും നമ്മൾ നാൽക്കാലികൾ തന്നെയല്ലേ? നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം? നിനക്കറിയാമോ, ഈ നാട്ടിലൂടെ ഞാൻ വരുമ്പോൾ ആളുകൾ തൊഴുതു മാറും. ഞാനൊന്നും പറയുന്നില്ലേ, പക്ഷെ ഒന്ന് പറയാം, ഈ അഹങ്കാരം അധിക നാൾ ഉണ്ടാവില്ല. പോയേ, എനിക്ക് പോകാൻ നേരമായി. എന്നെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ നീ അഭിമാനിക്കാൻ നോക്കൂ. എന്നാ ഞാൻ ശ്ശേ, കളഞ്ഞിട്ട് വാ ആച്ചാനെ. വഴിയിലൂടെ പോകുന്നവരൊക്കെ തൊഴുതു മാറുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കുതിര അവർക്കൊക്കെ തലയാട്ടിയും ശബ്ദമുണ്ടാക്കിയും തന്റെ പ്രതികരണവും അറിയിച്ചുകൊണ്ടിരുന്നു. എന്റെ ആരാധകരെ തട്ടി നടക്കാൻ വയ്യ. ഈ വൃദ്ധനോട് പറഞ്ഞിട്ട് വീട്ടിലെ അഹങ്കാരി നായയെ എന്റെ കാവലാക്കണം. വരട്ടെ. ഒന്ന് വേഗം പോ. എന്നെ ഭരിക്കുന്നു അഹങ്കാരി. എന്റെ പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്നതും പോരാ. ആഹാ, അത്രയ്ക്കായോ? എന്നെ തല്ലുന്നു. ഞാൻ ആരാണെന്ന് അറിയാമോ? ഈ നാട് എന്നെ കണ്ടാൽ വണങ്ങി നിൽക്കും. എന്റെ ശക്തി കാണിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ അയ്യോ അയ്യോ, ഒന്നും ചെയ്യല്ലേ. നിനക്ക് എന്താ പറ്റിയത്? അയ്യോ 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 അയ്യോ, എന്നെ എന്തിനാ നിങ്ങൾ തല്ലുന്നേ? ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന കുതിരയാണ്, രാജരക്തമാണ്. അയ്യോ ഓ പാവം കുതിര. കുതിരയുടെ ഭാഷയൊന്നും മനുഷ്യർക്കറിയില്ലല്ലോ. കുതിര ശബ്ദമുണ്ടാക്കുന്നത് കൂടുതൽ അപകടമാണെന്ന് കരുതി ഗ്രാമവാസികൾ കുതിരയെ തല്ലി കാടുകയറ്റി. തന്റെ അഹങ്കാരമാണ് ഇതിനൊക്കെ കാരണമെന്ന് മനസ്സിലാക്കിയ കുതിര പിന്നീട് ഗ്രാമത്തിലേക്ക് തിരികെ വന്നതേയില്ല. നദികളിൽ സുന്ദരി യമുന, യമുന, യമുന. മുതലച്ചാരേ, എന്റെ പാട്ട് അടിപൊളിയല്ലേ? ഉവ്വ, അടിപൊളി. തന്റെ തല അടിച്ചു പൊളിക്കണം. വെറുതെ പാട്ടും പാടിയിരിക്കാതെ ശാപ്പാട് എന്തെങ്കിലും വഴി കൊണ്ടു നോക്കണം. ശാപ്പാടിനുള്ള വഴി നോക്കി ഈ വഴിയിലിരുന്ന് ഞാനൊരു വഴിക്കായി. ഇനി താൻ എന്തെങ്കിലും വഴി നോക്ക്. ഞാനെന്ത് നോക്കാൻ? പഴയതുപോലെ മീനുകളൊന്നും എൻ്റെ വലയിൽ വീഴുന്നില്ല. വല്ല നുണയും പറഞ്ഞ് അടുത്തുകൂടി ശാപ്പിടാമെന്ന് കരുതിയാൽ അതും ഫലിക്കുന്നില്ലടോ. ഹായ്, എടാ മോനെ, എവിടെ പോകുന്നു? ഞാൻ ഇവിടേക്ക് വന്നതാ. നദിയിലെ വെള്ളത്തിൽ ഈ റംബൂട്ടാൻ കഴുകിയെടുക്കണം. റംബൂട്ടാന്? അത് ഏത് പൊട്ടനാടാ? ഏയ്, റംബൂട്ടാനല്ല, റംബൂട്ടാൻ. ഹേയ്, ഇത് കണ്ടോ? നാട്ടിലെ കർഷകരുടെ തോട്ടത്തിൽ ചെന്ന് പറിച്ചതാണ്. അവർ വരുന്നുമ്പ് ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു. പക്ഷേ ഓട്ടത്തിനിടയിൽ നിലത്തു വീണ് ഇതിലെല്ലാം മണ്ണ് പറ്റി. ഈ നദിയിൽ ഇതൊക്കെ കഴുകിയെടുക്കണം. പക്ഷേ ഈ നദിയിലെ വെള്ളത്തിൽ കഴുകുന്നത് അപകടമാ. അതെന്താണ്? ഈ നദിയിൽ മാരകമായ വിഷം കലക്കിയിരിക്കുന്നു. ആര്, നിങ്ങളോ? ഞങ്ങളല്ല, കാളിയൻ. കാളിയനാണ് ഈ നദിയിൽ വിഷം കലക്കിയത്. ഈ നദീതീരത്ത് നീ വന്നത് തന്നെ അപകടമാണ്. ജീവൻ വേണമെങ്കിൽ വേഗം റംബൂട്ടാനും കളഞ്ഞിട്ട് ഓടിക്കോ. അയ്യോ, എനിക്കൊരു റംബൂട്ടാനും വേണ്ടേ. ആ കുരങ്ങച്ചൻ എന്തൊരു മണ്ടൻ. അയ്യോ കുറുക്കച്ച, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ?
അതെന്താണ്? ഹോ, നീയല്ലേ പറഞ്ഞത് ഈ നദിയിൽ കാളിയം വിഷം കലക്കിയിരിക്കുകയാണെന്ന്? ഹോ, വിശപ്പ് കൊണ്ട് ഞാൻ ഈ വെള്ളം ഇന്ന് 2 തവണ കുടിച്ചു. ഇതിനകത്ത് വിഷം കലക്കിയ കാര്യം നീ എന്താ എന്നോട് പറയാത്തത്? നീ ആ കുരങ്ങനേക്കാൾ മരമണ്ടനാണല്ലോ. എടോ, ആ കുരങ്ങന്റെ കയ്യിൽ നിന്ന് റംബുട്ട അടിച്ചെടുക്കാൻ ഞാൻ ഒരു നുണ പറഞ്ഞതല്ലേ? എന്നാലും നീ അത് വിശ്വസിച്ചല്ലോ. ഓ, അത് ശരി. അത് തന്റെ തന്ത്രമായിരുന്നല്ലേ? അത് കൊള്ളാം. മണ്ണ് പറ്റിയാൽ എന്താ, തൽക്കാലം ശാപ്പാടിനുള്ളതായല്ലോ. ഓ, എന്തൊരാർത്തി! ഛേ, ഈ ഇറച്ചിക്ക് ഒരു രുചിയുമില്ല. ഇറച്ചിയോ? അത് ഇറച്ചിയൊന്നും അല്ല, കർഷകരുടെ കൃഷിത്തോട്ടത്തിൽ നിന്നും പറിച്ചതാണെന്ന് ആ കൊരങ്ങച്ചൻ പറഞ്ഞത് നീ കേട്ടില്ലായിരുന്നോ? ഷോ, അത് ഞാൻ കേട്ടില്ല. ചുവന്ന് തൊടുത്തിരിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ഇറച്ചി കഷ്ണവുമായിരിക്കുമെന്ന്. ഓ, ബുദ്ധിക്കുറവ് മാത്രമല്ല, തനിക്ക് കേൾവിക്കുറവുമുണ്ട് അല്ലേ? എടോ, താൻ എന്നെ കളിയാക്കണ്ട. ബുദ്ധിയില്ലാത്തത് തനിക്കാണ്. ആ കുരങ്ങൻ പഴങ്ങൾ കഴുകാൻ പുഴയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പിടിക്കുമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ നദിയിൽ വിഷം കലക്കി എന്ന് പറഞ്ഞ് താൻ ആ കുരങ്ങനെ ഓടിച്ചത്. എന്നിട്ട് കിട്ടിയതോ കുറെ പഴങ്ങൾ. ഇതാർക്ക് വേണം? താൻ തന്നെ കൊണ്ടുപോയി തിന്നോ? മുതലച്ചാരേ, ക്ഷമിക്ക്, എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. മറ്റുള്ളവരെ മണ്ടനാക്കാൻ നോക്കി സ്വയം മണ്ടനായത് താനാണെന്ന് തനിക്ക് മനസ്സിലായല്ലോ. അത് മതി. ഒരു കരടി വരുന്നുണ്ടല്ലോ. മുതലച്ചാരെ, താൻ വാലറ്റം പുറത്ത് കാട്ടി വെള്ളത്തിൽ മുങ്ങിക്കിടന്നോളൂ. അവൻ വന്ന് വാലിൽ തൊടുമ്പോ മെല്ലെ മെല്ലെ നീന്തി നദിയുടെ നടുവിലേക്ക് അവനെ കൊണ്ടുപോയി പിടികൂടണം. എന്താ, ഒരു കരടിയെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ തന്നെ കൊണ്ടാവില്ലേ? പിന്നെ കടുവകളെ വരെ ഞങ്ങൾ മുതലുകൾ വെള്ളത്തിൽ വെച്ച് പിടികൂടും. പിന്നെയാണ് ഒരു കരടി. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കുന്നില്ല. എല്ലാം ഈ കരയിലിരുന്ന് താൻ കണ്ടോളൂ. ആ, എന്താ കരടിച്ചാരേ ഇങ്ങോട്ടൊക്കെ? ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതോ? ആ പാറക്കെട്ടിനടുത്ത് ആ വലിയ തേക്കുമരത്തിന്റെ മുകളിലിരുന്ന തേനിന്നെടുത്തു. വീട്ടിലേക്ക് വേണ്ടി ഇത്തിരി കൈ കരുതിയിട്ട് ബാക്കിയുള്ളത് അപ്പോ തന്നെ ഞാൻ അങ്ങ് കുടിച്ചു തീർത്തു. ഇപ്പോ ഭയങ്കര ക്ഷീണവും ദാഹവും. അപ്പോ തേനാണല്ലേ ഈ കയ്യിലിരിക്കുന്നത്? കൊള്ളാം. എങ്കിലും ഞാനൊന്ന് പറയട്ടെ, ഈ പുഴയിൽ ധാരാളം മീനുള്ളപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തേക്കുമരത്തിലൊക്കെ കയറി കഷ്ടപ്പെടുന്നത്? ഈ പുഴയിൽ വെറുതെ ഒന്ന് മുങ്ങി പൊങ്ങിയാൽ തന്നെ കൈ നിറയെ മീൻ കിട്ടില്ലേ? നേരാണോ നിങ്ങൾ പറയുന്നത്? കയ്യിലിരിക്കുന്ന ആ തേൻറാത്തൽ ഈ പുഴക്കരയിൽ വെച്ചിട്ട് വേണമെങ്കിൽ പുഴയിൽ ഇറങ്ങി ഒന്ന് പരീക്ഷിച്ചോളൂ. ദാദാ, കണ്ടില്ലേ വെള്ളത്തിൽ ഒരു വലിയ മീനിന്റെ വാലനങ്ങുന്നത്? വേഗം ഇറങ്ങി പിടിക്ക്. ഓ, ശരിയാണല്ലോ, ഇന്ന് ഞാൻ അവനെ പിടിക്കും. ഇവൻ വെള്ളത്തിലിറങ്ങുന്ന സമയം തന്നെ തേൻറാത്തൽ ഞാൻ അടിച്ചു മാറ്റും. വാലറ്റം കണ്ടിട്ട് വലിയ മീനാണെന്ന് തോന്നുന്നു. എന്നെ പറ്റിക്കുന്നോ? നിന്നെ പിടിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ മുതല! അയ്യോ അയ്യോ അയ്യോ, ഞാൻ ചത്തേ! എടോ കുറുക്കച്ച, അതൊരു മുതലയായിരുന്നു. ധാരാളം മീനുകളുള്ള പുഴയല്ലേ, ചിലപ്പോ മീൻ തിന്നാൻ വന്ന മുതലയാവും.
ഞാനിവിടെ വെച്ചിരുന്ന തേൻറാത്തൽ കാണുന്നില്ലല്ലോ, അതെവിടെ പോയി? ഓ, അതിപ്പോൾ ഒരു കാക്ക കൊത്തിക്കൊണ്ട് പറന്നു പോയതേ ഉള്ളൂ. ഓ, എന്തൊരു കഷ്ടം! മീനും കിട്ടിയില്ല, കൊണ്ടുവന്ന തേനും പോയി. ഓ, ആ മണ്ട മുതലയ്ക്ക് കരടിയെ കിട്ടിയില്ലെങ്കിലും എനിക്ക് കാട്ടുതേൻ കിട്ടിയല്ലോ. എടാ എടാ കള്ളക്കുറുക്ക, തനിക്കൊന്നും പറ്റിയില്ലേ? താനൊക്കെ ഒരു സുഹൃത്താണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? കടുവകളെ വരെ വെള്ളത്തിലിട്ട് പിടിക്കുന്നവരാണ് ഞങ്ങൾ മുതലകളെന്ന് പറഞ്ഞു പോയതല്ലേ. എന്നിട്ട് എന്തിനാ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അതെ, പിറകിലൂടെ പമ്മി വന്ന് പെട്ടെന്ന് വാലി പിടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിഞ്ഞൊന്ന് കടിക്കാൻ പോലും അവസരം തരാതെ വാലി പിടിച്ച് കറക്കി ഒരേറായിരുന്നില്ലേ. വീണത് വെള്ളത്തിലായതുകൊണ്ട് മാത്രം ഒന്നും പറ്റിയില്ല. താൻ ഈ കുറ്റിക്കാട്ടിലെങ്ങാനും കയറി ഇരുന്നോളൂ. എടോ, തന്റെ കയ്യിലിരിക്കുന്ന സാധനം ആ കരടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ? അതെ, കാട്ടുതേനാണ്. ഭയങ്കര കയ്പുള്ളതാ. എന്തായാലും വേണ്ടില്ല, പകുതി ദേ എന്റെ ഈ നാവിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചേക്ക്. ഇതാരാണ്? ഓ, ഭാഗ്യം, ഈ പുഴയിൽ മുതലയില്ലെന്ന് തോന്നുന്നു. എടോ നിൽക്കവിടെ. താൻ ആരോട് ചോദിച്ചിട്ടാ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചത്? ഇല്ല, ആരോടും ചോദിച്ചില്ല. പുല്ലുമേയാൻ ഇറങ്ങിയതായിരുന്നു. ഒരു കൂട്ടം ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ കൂടി. ഞാൻ ആ ചെന്നായ്ക്കളുടെ മുന്നിൽ നിന്നും ഓടി. ഒരുപാട് സമയം ആ ചെന്നായ്ക്കൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ആ പൊന്തംകുന്ന് കയറി മാമലക്കണ്ടം വഴി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഞാൻ ഇവിടെ എത്തി. ആയിരിക്കാം. പക്ഷേ ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആരാണ് നിനക്ക് അനുവാദം തന്നത്? ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. അനുവാദമില്ലാതെ നീ വെള്ളം കുടിച്ചതുകൊണ്ട് ഈ കുറുക്കൻ ചോദിക്കുന്നത് എന്തും പകരമായി നീ നൽകേണ്ടി വരും. അയ്യോ, പകരം നൽകാൻ എൻ്റെ കയ്യിലിപ്പോൾ ഒന്നുമില്ല. ഇനി ഒരിക്കലും ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിച്ചാൽ പോരെ. ഇപ്രാവശ്യത്തേക്ക് എന്നെ ഒന്ന് വെറുതെ വിട്. ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ ചോദിക്കുന്നത് നൽകാതെ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല. അല്ല, വെള്ളം കുടിച്ചതിന് പകരമായി കുറുക്കച്ചൻ എന്താണ് ആവശ്യപ്പെടുന്നത്? ഇറച്ചി. നമ്മുടെ കുറുക്കച്ചന് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. അതെ, ഇറച്ചി തരാൻ നീ തയ്യാറല്ലേ? ആഹാ, അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്താ ഒന്നും മിണ്ടാത്തത്? വേഗം പറ. ഓഹോ, ഇറച്ചി തരാൻ ഞാൻ തയ്യാറാണ്. ആവശ്യമുള്ള ഇറച്ചി എൻ്റെ കാലിൻ്റെ തുടഭാഗത്ത് നിന്നും കുറുക്കച്ചൻ തന്നെ മുറിച്ചെടുത്തോളൂ. കുറുക്കച്ച കോളടിച്ചല്ലോ. പിന്നെ നമ്മുടെ കാര്യം മറക്കല്ല് കേട്ടോ. വന്ന വഴിയും തിന്ന കോഴിയും മറക്കുന്നവനല്ലടോ ഈ കുറുക്കച്ചൻ. അറിയാം. എന്തായാലും വേഗം തുടയിറച്ചി കടിച്ചു മുറിക്ക്. എന്റെ ബ്രൂസിലി, ഈ സീബ്രയെ കാത്തോണേ. അയ്യോ കുറുക്കച്ചോ, മുതലച്ചാരേ, വേഗം പുഴയിലേക്ക് വന്ന് എന്നെ രക്ഷിക്കണോ. കുറുക്കച്ചോ, ഞാൻ ദേ വരുന്നേ. അത്യാഗ്രഹികളുടെയും അഹങ്കാരികളുടെയും അനുഭവം എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.